ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ തികച്ചും ഒരു പഴമയുടെ രുചിക്കൂട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചക്കായ കൊണ്ടൊരു അടിപൊളിയായിട്ടുള്ള ട്രഡീഷണൽ ഒരു കറി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 4 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇത് മലക്കറി പച്ചക്കായയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിനെ ചതുരക്കാളി എന്ന് പറയും. അപ്പോൾ ഈ ഒരു കായ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏത്തൻകായ ഉണ്ടല്ലോ, നേന്ത്രപ്പഴത്തിൻ്റെ പച്ചക്കായ നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതേപോലെ തൊലി കളഞ്ഞു കൊടുക്കുക. ചില ആൾക്കാരൊന്നും ഈ പച്ചക്കായയുടെ തൊലിയൊന്നും കളയുന്നത് ഞാൻ കണ്ടിട്ടില്ല. തൊലി കളയാതെ തന്നെ കറിയൊക്കെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പച്ചക്കായയുടെ തൊലിയൊക്കെ ഞാനിവിടെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കായൊക്കെ ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് വെള്ളത്തിലേക്ക് ഈ ഒരു കായെ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക കായൊക്കെ അരിഞ്ഞിട്ട് എന്തിനാണ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നതെന്ന്. കായ അരിഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിലോ ചെറു ചൂടുവെള്ളത്തിലോ ഇട്ട് കൊടുക്കുന്നത് കായയുടെ കറ പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കായയുടെ കറയൊക്കെ വന്ന് അടിഞ്ഞിട്ട് കറുത്തു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും കായൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഉപ്പ് വെള്ളത്തിലോ ചെറിയ ചൂടുവെള്ളത്തിലോ ഇട്ട് ഇതേപോലെ കഴുകിയെടുക്കാൻ നോക്കണം. നമ്മൾ കഴുകിയിട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് വെള്ളത്തിലേക്ക് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, കായയുടെ കളറൊന്നും ഒട്ടും മാറിപ്പോയിട്ടില്ല. ഇനി നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴുകി ഈ ഒരു ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കഴുകി ചട്ടിയിലേക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സവാള കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കായൊക്കെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. സവാള എന്ന് പറയുമ്പോഴത്തേക്ക് തീരെ നൈസായിട്ടൊന്നും അരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ നമുക്ക് അരിയാവുന്നതാണ്. അതും കൂടി ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂട് ചോറിനോടൊപ്പമൊക്കെ നമുക്ക് കൂട്ടിക്കഴിക്കാൻ വേറൊരു കറി ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരൊറ്റ കറി മാത്രം മതി കേട്ടോ. പൊളി ടേസ്റ്റാണ്. ഈ ഒരു കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, പക്ഷേ അപ്പുറത്തെ അമ്മ ഈ ഇടയ്ക്ക് എനിക്ക് ഈ ഒരു കറി വെച്ചിട്ട് ഞങ്ങൾക്ക് കൂടി കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഈ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നെനിക്ക് കറി തികഞ്ഞില്ല. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാനായിട്ട് ഞാൻ വീണ്ടും തയ്യാറാക്കിയതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമീനാണ്. ഞാനിപ്പോൾ ഉണക്ക അയലയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കഷ്ണങ്ങളാക്കി മാറ്റി എടുത്തിട്ടുണ്ട് അയല. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഉണക്കമീനൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കെട്ടുപോയ ഉണക്കമീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല കെട്ടൊന്നും പോവാത്ത ഉണക്കമീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉണക്കമീനും കായൊക്കെ അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങയും 3-4 കുഞ്ഞുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും 1 നെല്ലിക്ക വലിപ്പത്തിന് പുളിയുമാണ് ഞാനിവിടെ എടുക്കുന്നത്. അരപ്പ് കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുളിയും കൂടി നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള മുളക് പൊടിയുടെയൊക്കെ അളവെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എടുത്തിട്ടുള്ള 4 കായും 2 അയല ഉണക്കമീനുമാണ്.
അതിനാവശ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രമാത്രം കായും ഉണക്കമീനൊക്കെ എടുക്കുന്നുണ്ടോ അത്രയും മാത്രം അരപ്പ് കൂട്ടും തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ വറുത്ത ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ചില ആൾക്കാർ കറി വയ്ക്കുമ്പോഴത്തേക്ക് നല്ല പേസ്റ്റ് പോലെ അരപ്പ് കൂട്ട് അരച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലോട്ട് അത്രയ്ക്ക് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കാറില്ല കേട്ടോ. അതാ ഈ ഒരു പരുവത്തിന് അവിയലിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് അരഞ്ഞു വരുന്ന പരുവത്തിലാണ് കറികൾക്കൊക്കെ നമ്മൾ അരപ്പ് തയ്യാറാക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് കൂട്ട് ഞാൻ കായയിലേക്ക് ഉണക്കമീനിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കലക്കിയെടുക്കുക. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയലയിൽ നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഉണക്കമീനിൽ ഉപ്പ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കറിയോ അവിയലോ ഒക്കെ വെക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല. കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് നോക്കുക. അപ്പോൾ പാകത്തിന് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്കൂട്ടുകളൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് സ്പൂണൊക്കെ വെച്ച് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ടൈമിൽ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കറിയുടെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയപ്പോൾ എൻ്റെ കറിക്ക് നല്ല പാകത്തിന് തന്നെ ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മൂടി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ച് എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറു തീയിലിട്ടിട്ട് വേണം പിന്നെ നമ്മൾ എണ്ണയൊക്കെ തെളിയിക്കാനായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കായ ഉണക്കമീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരെൻ്റെ എപ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരോടായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മുടെയൊക്കെ ചാനലിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി യൂട്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈപ്പ് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് എവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ചാനലിലെ കമൻറ്റ് ബോക്സിൻ്റെ വലത്തെ ഭാഗത്ത് 2 ചെറിയ പൊട്ടുകൾ കണക്കത്തെ കുത്തുകളുണ്ടാകും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് ഇടതേ സൈഡിലോട്ടൊന്ന് നീക്കുമ്പോഴത്തേക്ക് ഹൈപ്പ് ഓണാകും. അതിനുശേഷം നമ്മൾ ലൈക്ക് ബട്ടണിലേക്ക് ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹൈപ്പ് എന്ന് എഴുതി കാണിച്ചിട്ട് അവിടെ പോയിൻ്റ് കാണിക്കും. ഒരാൾക്ക് 3 പ്രാവശ്യം മാത്രം അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും അതൊരു ഉപകാരം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ചാനലിലും അത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ കയറിയിട്ട് ഹൈപ്പ് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തിരിച്ചും ഞാൻ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.